ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മളിതെല്ലാം വിളമ്പി വെച്ച് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ചോറ്, പിന്നെ മീൻ പൊരിച്ചത്, ഇന്നലത്തെ മീൻ കറിയാണോ നല്ല പറ്റിച്ച് വെച്ച മുരിങ്ങാക്കോലൊക്കെ ഇട്ട മീൻ കറി, പിന്നെ മോര് കറി, പിന്നെ ചമ്മന്തി, അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള തോരൻ, പിന്നെ മാങ്ങ അച്ചാറ്, കിഴങ്ങ് അതായത് കപ്പ. ഇത് ഇത്രയാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമുക്കിത് ഇത്രയും വെച്ച് ഒരു പൊതിച്ചോറ് ശരിയാക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ വാഴയില വെട്ടി വാട്ടി അതിനുശേഷം ചോറിട്ടു ഗൈസ്. ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇക്കാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചോറ് വെച്ചു, അതിൻ്റെ മീതെ ചമ്മന്തി വെച്ചു. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തോനെ ഇല കിട്ടത്തില്ല, അപ്പുറത്തുനിന്നാണ് ഒരു ഇല വെട്ടിയത്. പിന്നെ തോരൻ വെച്ചു ഗൈസ്. പിന്നെ അതിനുശേഷം നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ അച്ചാറാണ് കേട്ടോ. മാങ്ങ അച്ചാറ് വെച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ കിഴങ്ങ് വെച്ച് കേട്ടോ. നല്ല കപ്പ ഉടച്ച് വെച്ചതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ മീൻ പൊരിച്ചത് 2 കഷ്ണം വെച്ചു. എന്നിട്ട് എനിക്ക് കെട്ടാൻ അറിയത്തില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറ് ഞാൻ പൊതിഞ്ഞാൽ ഒതുങ്ങത്തില്ല. അങ്ങനെ ഇക്കാണ് കേട്ടോ പൊതി സെറ്റാക്കി അത് മടക്കുന്നത്. അങ്ങനെ അത് മടക്കി വെച്ചു. അതിനുശേഷം നമ്മൾ മീൻ കറിയും മോര് കറിയും എടുത്തിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒഴിച്ചാൽ ശരിയാവത്തില്ല. അതിനുശേഷം ഞങ്ങൾ ഉച്ചയായപ്പോൾ വന്നു ഗൈസ്. ഉച്ചയായപ്പോൾ വന്നിട്ട് ദാ പൊതിച്ചോറ് ഇരിക്കുന്നു. അതിനെ ഞാൻ മെല്ലെ എടുത്തുകൊണ്ട് വന്നു നമ്മുടെ കഴിക്കുന്ന സ്ഥലത്ത് വെച്ചു ഗൈസ്. അങ്ങനെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ വെച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദാ തുറന്ന് നോക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ എണ്ണയൊക്കെ പിടിച്ച് അതിൻ്റെ അകത്ത് ആ ചോറിൻ്റെ അകത്ത് എല്ലാം സെറ്റായി. ആ മീനും ബീട്രൂട്ട് തോരനും മാങ്ങാച്ചാറും ചമ്മന്തിയും കിഴങ്ങ് ഇത്തിരി കൂടിപ്പോയി ഗൈസ്. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, കിഴങ്ങ് ഇഷ്ടമാണ് നമുക്ക് തിന്നുന്നത്. അങ്ങനെ ഇച്ചിരി ചോറും ചമ്മന്തിയും അതുപോലെ തന്നെ മീൻ കറി, പഴയ കറി ഉണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ കറി ഇന്നാണ് ഭയങ്കര ടേസ്റ്റ്. പിന്നെ മോര് കറിയും എല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം ചമ്മന്തിയും മാങ്ങ അച്ചാറും, പിന്നെ അതുപോലെ തന്നെ തോരനിൽ നിന്നും പിന്നെ മീൻ പൊരിച്ചതിൽ നിന്നും ചീനിയിൽ നിന്നും ഒക്കെ ഇത്തിരി പൂല എടുത്ത് കഴിച്ചു ഗൈസ്. അടിപൊളി ഫുഡായിരുന്നു. ടാറ്റാ ബൈ ബൈ.